അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയും ഷമ്മാസും മക്കളും അതാ നേരെ വെല്ലിമ്മയുടെ വീട്ടിലേക്ക്. അത് നുസൈബ ആ വീട് കണ്ടപ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞു. എന്താ നുസി, ഇൻഷാ അല്ലാ നിങ്ങൾക്കും അതുപോലുള്ള വീട് ഞാൻ സെറ്റാക്കി തരും. ജോലി കഴിയുമ്പോൾ കാണാം അതിൻ്റെ ഭംഗി, ഇപ്പോൾ കാര്യമാക്കണ്ട. ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടില്ലിക്ക. ഏതായാലും കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. വെള്ളിമാക്ക് വലിയ ആഗ്രഹം തന്നെയായിരുന്നു അതിലൊക്കെ. എന്തായാലും അൽഹംദുലില്ലാ. നുസി എന്താ? അല്ല, ഞാൻ കാര്യം ചോദിക്കണത്, ഈ ഒന്ന് പോരുന്നില്ലേ? ഉപ്പ 2 ദിവസം നിൽക്കാൻ വിളിച്ചതല്ലേ, അപ്പോൾ പിന്നെ നിൽക്കട്ടെ. എടി പെണ്ണേ, നീ ഇല്ലാതെ എങ്ങനെ പൊന്നെ? ഓ അങ്ങനെയൊന്നുമില്ല, ഞാനില്ലാന്ന് വിചാരിച്ചിട്ട്. എന്താ പെണ്ണെ, നീ എന്നെ കളിയാക്കണോ? എൻ്റെ പെണ്ണെ, ഈ ദുനിയാവിൽ ഒരു പെണ്ണായിട്ട് നിന്നോട് സ്നേഹം എനിക്ക് ആരും, നീ എൻ്റെ ഉമ്മയും തന്നെയാണ് എൻ്റെ ഭാഗ്യം. അതെ, നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് എൻ്റെ സമാധാന ജീവിതം. എന്നാൽ നുസൈബ കാര്യമായിട്ട് അതിനൊന്നും മിണ്ടിയില്ല. അവർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഉമ്മ, അവൾ വിളിച്ചു. ഉമ്മ, അതെ നമ്മുടെ നുസിത്തിയും ഇക്കാക്കയൊക്കെ വന്നിട്ടുണ്ട്. അതെ, കുഞ്ഞുമോള് ഓടി വന്ന് പറഞ്ഞു. അല്ലാ പഠിച്ചോനെ, നുസിയെ എളാമ ഓടിയെത്തി. ഇരിക്കും മക്കളെ. പഠിച്ചോനെ, എന്തൊക്കെ മക്കളെ വർത്താനം. മോനെ ഷാമോനെ വരി. അല്ലാ, ഹോ റബ്ബെ, ഞങ്ങൾ നിങ്ങളെ വർത്താനാണ് പറഞ്ഞ് എടുത്തിട്ടില്ല. ഏതായാലും നിങ്ങൾ പഠിച്ചോനെ. അല്ലാ വരി, ഇരിക്കി. ഇവിടെ എളാപ്പില്ലേ? എളാപ്പ് എപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളൂ. വെല്ലിമ്മ ഇവിടെ? വെല്ലിമ്മ അതാ റൂമിൽ. നേരെ അതാ നുസൈബ വെല്ലിമ്മയുടെ അടുത്തേക്ക്. വെല്ലിമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ കുഞ്ഞേ വന്നത്? ആരാ വന്നത്? ആ പെട്ടെന്ന് എളാമ്മ വന്നു. ഉമ്മ, നിങ്ങളെ പേരക്കുട്ടി നുസിയാണ് വന്നതേ. ആ നിങ്ങളല്ലേ ഓളെ വർത്താനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നുസിയോ? ഏത് നുസിയടി? നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ കാക്കാൻ്റെ നുസിയേ? എന്താ വല്യമ്മ നിങ്ങളിങ്ങനെ ഓർമ്മ? എൻ്റെ പേരക്കുട്ടിയോ? എൻ്റെ പേരക്കുട്ടി അധികം പഠിച്ചോനെ കണ്ണും കണ്ടുകൂടെ ചോടും കേട്ടൂടാ. എത്താ മക്കളെ കാട്ടുക. നല്ലപ്പം കാലത്ത് നല്ലോ നയിച്ചാനും പോയിന്. ഇപ്പോൾ കണ്ണും കണ്ടുകൂടെ ചോടും കേട്ടൂടെ നടക്കാനും ബെജാറിനെ പോലെയാണ്. ഏതായാലും എൻ്റെ കുട്ടി വന്നാ. എവിടെ എൻ്റെ കുട്ടി? ഇത് വല്യമ്മ ഞങ്ങൾ മുമ്പ് തന്നെ. എവിടെ? നുസൈബയുടെ കയ്യിൽ പിടിച്ചു. പഠിച്ചോനെ, എവിടെ? വല്യമ്മാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ല അൽഹംദുലില്ലാ. സുഖമാണ് വല്യമ്മ. എല്ലാ വല്യമ്മാൻ്റെ കുട്ടീൻ്റെ വർത്താനത്തിൽ എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ. എൻ്റെ വർത്താനത്തിൽ ഒന്നുമില്ലല്ലോ, അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. എവിടെയാണ് എൻ്റെ പുതിയാപ്പിള കുട്ടിയൊന്ന് വിളിച്ചു? ഇതാ ഉമ്മ ഇവിടെ തന്നെ. അങ്ങനെ അതാ ഷമ്മാസ്. വല്യമ്മ നിങ്ങളെ മറന്നോ? നുസിനേക്കാൾ നിങ്ങളെ കാണല് ഞാനാണ്. പൊന്നാര കുട്ടി, ഇവിടെ ഇരിക്ക്, ഇവിടെ കുത്തിർക്ക്, ഇവിടെ കുത്തിർന്നാളേ. ഇരിക്കി. എടി 2 പാത്രം ചായൻ്റെ വെള്ളം കണ്ടെടുത്തോ. കുട്ടികൾ വന്നിട്ടില്ലേ? ഉമ്മമ്മ ഞങ്ങളും ഉണ്ട്. എൻ്റെ കുട്ടികളും വന്നിക്കണം. പഠിച്ചോനെ, വല്യമ്മാനെ കാണാൻ നിങ്ങൾ വന്നിക്കുക. വല്യമ്മക്ക് മക്കളെ ചഞ്ഞി തുടങ്ങിയിരിക്കണം തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ഓർമ്മ കണ്ട് കിട്ടണില്ല. പിന്നെ ഇത്രയും കാലങ്ങളൊക്കെ തീറ്റിപ്പോറ്റി വലുതാക്കിയില്ലേ, ഇപ്പോഴല്ലേ വല്യമ്മക്ക് വെജായൊക്കെ തുടങ്ങിയത്. ഒരു കാലത്ത് കൊത്തിയിട്ടും മാന്തിയിട്ടും കളിച്ചിട്ടും നെല്ല് കൊയ്തിട്ടും കുഴിച്ചിട്ടിട്ടും അങ്ങനെ ഓരോന്ന് നമ്മൾ ഇട്ടതേനു മക്കളെ. അന്ന് നല്ലോ ആരോഗ്യം ഉണ്ടേനു, കണ്ണും കണ്ടേനു. ഇപ്പം അതൊന്നും വെച്ചെന്നാലും അൽഹംദുലില്ലാ ഈ പെരയാണ്. എൻ്റെ കുട്ടികൾക്കൊരു ഇരിക്കക്കൂര കിട്ടിയിരിക്കണല്ലോ, അതാണ് വലിയ റാഹത്ത്. എൻ്റെ കുട്ടികൾക്കൊരു ഇരിക്കക്കൂര ഇല്ലായിട്ട് എനിക്ക് ഇടങ്ങാറ്. ചോറിന് ഒലിച്ചുള്ള പെരയുന്ന ഇമ്മട്ടത്തേക്ക് ഇത്രയും വലിയൊരു പെരൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. എന്നാലും ഇങ്ങോട്ട് ആക്കി കിട്ടിയത് ഇതാ ഈ കുട്ടീൻ്റെ ഒരു നന്മ കൊണ്ടല്ലേ. പഠിച്ചോനെ നീ സ്വീകരിക്കല്ലാ. നുസിയെ, ഉമ്മാൻ്റെ കുട്ടി 2 ദിവസം വല്യമ്മാൻ്റെ അടുത്ത് നിന്നോളിട്ടാ. പൂതിയായിട്ടാണ് നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞിരിക്കണ എനിക്കൊരു പൂതിയാണ് നിങ്ങളെ വർത്താനം കേൾക്കാനും. വല്യമ്മ, അത് ഞാൻ വന്നിട്ടേ ഉള്ളൂ. അതിനെന്താ കുട്ടി 2 ദിവസം ഇവിടെ നിൽക്കും, എനിക്ക് പൂതി കൊണ്ടാണ്. എന്നാൽ എളാമ്മ, നുസിയെ ഇവിടെ നിന്നടി, നിൽക്കലേ ഇല്ലല്ലേ, ഞങ്ങൾക്ക് പൂതിയാണ് എന്നെ കാണുന്നത്. ഡോക്ടർ പഠനത്തിനൊക്കെ പോകേണ്ടി വരില്ല വല്യമ്മ. 2 ആഴ്ച ലീവൊക്കെ തന്നെയാണ്. എന്താ നുസിയെ പ്ലീസ് അടി 2 ദിവസം ഇവിടെ നിന്നോ. കുട്ടികൾക്ക് എന്തോ ഒരു പൂതിയാന്നോ എന്നെ കാണണം വർത്താനം പറയണൊക്കെ. വല്യമ്മാക്കും തന്നെ ഒരാളാവുമല്ലോ എന്ന് പോണ്ട നല്ല കുട്ടിയല്ലേ. ഉപ്പാക്ക് കാണാൻ പൂതിയായിട്ട് വന്നതാണ്. ഉപ്പാക്കാണെങ്കിൽ കുഞ്ഞുമോളെയും കാണണം, അതിന് വേണ്ടിയിട്ട്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നുസി നിനക്ക് നിൽക്കണമെങ്കിൽ നിന്നോ,
ഞാനൊന്നും പറയുന്നില്ല. അവൾ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഇക്ക ഞാൻ നിന്ന് പെണ്ണേ, അതിനെന്താ 2 ദിവസം നിന്ന് വല്യമ്മാൻ്റെ അടുത്തല്ലേ. പക്ഷെ ഉപ്പ ഇന്ന് വന്ന ഉടനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉപ്പാക്ക് സങ്കടമായി. ഉപ്പാക്ക് മക്കളും തന്നെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനെന്താ, മക്കൾ നിന്നോട്ടെ, 2 പേരും അവരോട് നിൽക്കട്ടെ, പിന്നെ കുഞ്ഞിമോനും ഉമ്മാൻ്റെ അടുത്തല്ലേ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നാൽ ഉപ്പാക്ക് പൊറുതിയേടായിരിക്കും. നുസൈബ പതുക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, വല്യമ്മാൻ്റെ ആഗ്രഹമല്ലേ പെണ്ണേ, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയൊരു ഖേദമായി തീരും. പ്രായമായവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ നമ്മളനുസരിച്ച് നിൽക്കുക നല്ലത്, പിന്നീടൊരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട നുസൈബയ്ക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. റബ്ബേ, ഇങ്ങനെയൊന്നും ഷാമോന് പറയാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോൾ എന്നെ ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കുകയാണോ? എനിക്കറിയുന്നില്ല. സൗദ പറഞ്ഞ ഓരോ വാക്കുകൾ അതാ നുസൈബയുടെ മനസ്സിൽ കുത്തിവെച്ച ആ ഒരു വിഷവാ അതെല്ലാം ആക്റ്റീവായി വരുന്നത് പോലെ തോന്നി അവൾക്ക്. അതെ, ശരിക്കും സംശയത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിരുന്നു പാവം നുസൈബയുടെ മനസ്സിൽ. അതെ, അവൾക്ക് എന്തൊക്കെ തന്നെ ചെയ്താലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവളുടെ പ്രിയപ്പെട്ട ഷാമോൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ സൗദയുടെ തുടരെയുള്ള സംസാരം, അതെ, രാത്രി കാലങ്ങളിൽ ഫോൺ വരുന്നത്, ആ നിമിഷം ഷാമോൻ ഓടിപ്പോകുന്നത്, 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം വരുന്നത്, അതെ, സൗദ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാം അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓരോ സംശയം പടർത്തുകയാണ്. നുസൈബ പറഞ്ഞു, ഉപ്പ എന്നോട് വരാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇവിടെ നിൽക്കുന്നത്. നുസി, അത് ശരിയാണ്, ഉപ്പയുടെ അടുത്ത് നിൽക്കാമല്ലോ. ഏതായാലും വല്യമ്മാൻ്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നോ. അവരങ്ങനെ പറയല്ലേ, പ്രായമായതല്ല മോൾ, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. വേണ്ട, ഞാൻ അല്ല, നിൻ്റെ ഇഷ്ടം പോലിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, കാരണം അങ്ങനെ പറയാണ്. അപ്പോൾ വല്യമ്മ, എടീ കുട്ടിയാൾക്ക് ചായൻ്റെ ഉള്ള ചുറവും കൊടുത്താ? ആ കുത്തിഞ്ഞാണത്തിലാണ് പറഞ്ഞു കൊടുത്തൊക്കെ, എന്നാൽ ചൂടാറിക്കോളും. ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ വല്യമ്മ നിങ്ങളപ്പോൾ AC ഇടറില്ലേ? AC ഇടാറില്ലേ? ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വല്യമ്മ പറഞ്ഞു, പൊന്നാര കുട്ടി, അതൊന്നും ഞാൻ ഇടാറില്ല. നമ്മൾ പഠിച്ചോനെ മറന്ന് കഴിച്ചാൻ പാടില്ലല്ലോ. ഒരു കാലത്ത് എന്ന് വെച്ചാൽ ഞമ്മക്ക് എന്ന് വെച്ചാൽ ഇത് പെരുത്ത് ചൂടും പുകയും തിജ്ജും അടുപ്പിൻ്റെ അടുത്തുകാണ്ട് വെച്ചുണ്ടാക്കലും അതൊക്കെയിനു ഒരു കാലത്ത്. ഇപ്പോഴത്തെ കാലത്താണ് നമുക്ക് തിജ്ജ് പിടിപ്പിച്ചണ്ട, ഒന്നാണ്ട് തിരിച്ചാൽ തിജ്ജ് അവിടെ കത്തും. വിറകിന് പോകണ്ട, ഓലക്കൊടി വെട്ടിരണ്ട, മടൽ വെട്ടി നുറുക്കി വെയിലത്തിട്ട് ഉണക്കണ്ട, ഒന്നും വേണ്ട. അല്ലാ, ഞാനൊക്കെ എത്രങ്ങാനും വിറക് വലിച്ചിടുന്ന കിടന്ന ഉള്ള ചുള്ളലും വരും, അതും നുള്ളിപ്പെറുക്കും, പിന്നെ കീറുകയായിട്ട് അങ്ങനെയും പാത്തക്കും. മഴക്കാലാകുമ്പോഴത്തേന് പണ്ടത്തെ കാലത്ത് കുറേ ഉണ്ടാവും പാത്തക്കാൻ. കൊതുമ്പ് അത് വേറെ വെക്കും, ഓലക്കൊടി വേറെ വെക്കും, തെങ്ങിൻ്റെ ഓരോ വിഭാഗങ്ങളാക്കി അങ്ങനെ മാറ്റി വെക്കും. അതോടെ തിജുടിപ്പിച്ചാൽ നല്ല സുഖമാണ്. എന്നിട്ട് ആ ഒരു അടുപ്പത്ത് ഇരുന്ന അടുപ്പേകാരം അയക്ക് അങ്ങനെ വെച്ച് കൊടുക്കും. ചുറ്റോട്ടും കുറേ കുട്ടികളും ഉണ്ടാവും. എന്തെങ്കിലും പൈച്ചുണ്ണിന് കിട്ടിയിട്ട് വേണ്ടേ, 2 വറ്റ് 2 അരി കിട്ടിയാൽ അതിൽ കിടന്ന് ഇങ്ങനെ തിളക്കണ നോക്കിക്കും. എന്നാലോ കൂട്ടാൻ എന്തെങ്കിലും അതാണ് വിളമ്പിക്കാണ്ട് ഈ ഒരു കഞ്ഞിൻ്റെ വള്ളവും അങ്ങനെ കുടിച്ചാൽ തന്നെ പള്ളറും. ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കിട്ടിയാലും വലിയൊരു തന്നെ. ചക്കൊക്കെ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കൊടുന്നാൽ അത് 2 ദിവസത്തിനാണ് കൂട്ടാൻ വെച്ചേക്കും. എന്നാൽ പിന്നെ കുട്ടികൾക്ക് പള്ളറി. പഠിച്ചോനെ, അന്നത്തെ പള്ളറിൽ അങ്ങനെയൊക്കെ. ഇപ്പം പിന്നെ അതൊന്നും പറ്റൂല. ചക്കയും വേണ്ട ആർക്കും, ചേമ്പും വേണ്ട, ഒരു കൂട്ടാനൊന്നും കുട്ടികൾക്ക് വേണ്ട. ഈ കോഴി ചുട്ടതും കോഴി പൊരിച്ചതും ഒക്കെ ആയിട്ട് അങ്ങനെ. അല്ല, അതൊക്കെ ഒരു കാലം. എന്നാലും എൻ്റെ പൊന്നാരെ, ഈ AC എന്ന് പറഞ്ഞാൽ ഇവല് പറയും ആണ് വെച്ചു ഇട്ടോളി വല്യമ്മ നിങ്ങൾ വേർത്ത് വലിച്ചിട്ടുണ്ട്. ഞാൻ പറയും എല്ലാം കൂടി മാണ്ടക്കളെ. ഇപ്പം തന്നെ അൽഹംദുലില്ലാ എത്രയും വലിയൊരു പേര നമുക്ക് കിട്ടിയിരിക്കണം. ഞാനൊക്കെ കുളർത്തിക്കണം. ഇമ്മാതിരി ഒരു കട്ടുമ്പൽ ഞാൻ കെടുക്കാൻ പൂതിച്ചിന്. ഇമ്മാതിരി കിടക്കിയിൽ വെറും അച്ചിപ്പായിൽ നിലത്തേന് കിടന്നിൻ്റെത്. അങ്ങനെയൊക്കെയായിരുന്നു കഥ. പൊന്നാര മക്കളെ, ഇപ്പോഴല്ല സുഖമൊക്കെ ആയത്. വല്ലാത്ത എന്ന് കരുതി മരിച്ചു പോകുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഫാനും ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല. മണ്ണ് കൊണ്ടുപോയി വെക്കില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാതെ നിൽക്കുകയാണ്. വല്യമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ മതി. നിങ്ങൾ AC ഒക്കെ ഇട്ടോളി. നിങ്ങളിങ്ങനെ ഈ ചൂടത്ത് വേർത്തൊലിച്ച് നിൽക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ വെച്ച് തന്നത്. പൊന്നു മോനെ, അതൊക്കെ ശരിയാണ്, കുട്ടികളിടും. പിന്നെ എനിക്കൊരു പേടിയാണ് മോൻ. എത്രയും സുഖത്തിലൊക്കെ കഴിയാന്ന് വെച്ചാൽ ഒരു പേടി തന്നെയല്ലേ. എന്നാലും അവസാനം വെച്ചുകാണ്ട് എനിക്ക് ഇത്രയും വലിയ
നല്ലൊരു പേരയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യം തന്നെ. മുറ്റത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയും. ഞാൻ എത്രയോ ദിവസം വീൽ ചെയറിൽ ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ആ ഒരു പായും തലക്കണി അതിലിട്ട് അവിടെ ഇരിക്കല്ലേ ഞാൻ. ഇപ്പം എൻ്റെ കുട്ടി അത് കൊടുന്നതിന് ശേഷം ഏറ്റവും ചെടികളൊക്കെ എനിക്ക് ഇങ്ങനെ പോകാം. ബല് ആരെങ്കിലും ഒന്ന് ഉന്തി തരും, എനിക്ക് ഉരുട്ടി പോവുകയും ചെയ്യാം. ഏതായാലും അതൊക്കെ വലിയൊരു നിയമം തന്നെ അല്ലേ കുട്ടിയെ. അള്ളാഹു നന്നാക്കട്ടെ. നുസിയെ അനക്ക് കിട്ട ഭാഗ്യാണടി ഇവന്. കൈ വിടാതെ പിടിച്ചോ. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തല്ലൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മട്ടത്തിൽ കഴിഞ്ഞോളി. ഈ ഭാഗ്യം നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടപ്പെടൽ തന്നെയാണ്. ഒരു നിമിഷം അത് കേട്ട് നുസൈബ ഞെട്ടി. വല്യമ്മ, എൻ്റെ കുട്ടീൻ്റെ എന്തോ ഒരു സങ്കടം എൻ്റെ കുട്ടിക്ക് കുടുങ്ങിയിട്ടുണ്ട് ആ വർത്താനം കേൾക്കുമ്പോൾ. ഇല്ല വല്യമ്മ, ഒന്നുമില്ല. പെട്ടെന്ന് ഷമ്മാസ്, എന്താ വല്യമ്മ പറഞ്ഞത്? ഒന്നുമില്ല നുസി. എന്നാൽ ഞാനങ്ങോട്ട്. അല്ല ഷാമോനെ, ചോറുന്നിട്ട് പോവാ മോനെ. ഏളാമ കെഞ്ചുകയാണ്. പൊന്നു മോനെ, ചോറിന് നല്ല മത്തൻ്റെ താളിച്ചതും ഉണക്കമീനുമാണ്. നമുക്ക് എന്തെങ്കിലും കൊണ്ടിരിച്ചോ? നോ നോ നോ, മന്തിയോ ബിരിയാണി എന്തേ എളാപ്പ പറഞ്ഞാൽ കൊണ്ടും. അവിടെ നിൽക്കി മോനെ, ഇരിക്കും നിങ്ങൾ അവിടെ പോവല്ലേ. ഏളാമ അത്യധികം സൽക്കരിക്കുകയാണ്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നുസി, മത്തൻ്റെ താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും അത് വേറെ ലെവലല്ലേ. കുറേ ദിവസമായില്ലേ അതൊക്കെ കഴിച്ചിട്ട്. എന്നാൽ പിന്നെ അത് മതി. എളാമ, നിങ്ങൾ അത് തരികയാണെങ്കിൽ ഞാൻ കഴിച്ചോളാം. പക്ഷേ മന്തി ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ്. ഇതൊക്കെയാണ് അപൂർവമായിട്ടുള്ള ഭക്ഷണം. അതുകൊണ്ട് നുസി വേണമെങ്കിൽ അത് കഴിക്കാം, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. എന്നാൽ എളാമയോട് അത് പറഞ്ഞു. നുസി എടി, ഞാൻ എളാപ്പാക്ക് വിളിച്ചിട്ട് കിട്ടണില്ലേ ഈ ചോറ് എന്തെങ്കിലും കൊണ്ടിരിക്കാൻ. എളാമ, അതൊന്നും വേണ്ട. മത്തനില കറിയും ഉണക്കമീൻ പൊരിച്ചതും സാധാ ചോറും ആണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. വേറെ ഫുഡൊന്നും വേണ്ടത്. എൻ്റെ പൊന്നാര കുട്ടിയെ ഇങ്ങനെയേ ഞാനത് കൊടുക്കുക. പിന്നെ നല്ല ചീനാപ്പറങ്കി മുളകും മാങ്ങയിട്ട് ചമ്മന്തി അരച്ചതുണ്ട്, നല്ല കടുമാങ്ങ അച്ചാറും, നല്ല നാടൻ കോഴിട്ട മുട്ട പൊരിച്ചതും അതും കൂടി ആക്കുന്നാലേ. ഏളാമ, അത് മതിയല്ലോ, ഇഷ്ടം പോലെ ആയല്ലോ. ഏളാമ പെട്ടെന്ന് തന്നെ അതാ നാടൻ കോഴിയുടെ മുട്ട കൂട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നു. അത് നല്ലോണം ചുവന്നുള്ളിയും പച്ചമുളകും നല്ലോണം അരിഞ്ഞിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി അതാ നല്ല ഇരുമ്പ് ചട്ടിയിൽ വിറകെടുപ്പെടുത്ത് പൊരിച്ചെടുക്കുന്നു. ചോറെല്ലാം പെട്ടെന്ന് വിളമ്പി അത് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി വെക്കുന്നു. ഷാമോനെ, പൊന്നാര, എനിക്ക് മടിയാണടാ അങ്ങനെയൊക്കെ കൊടുക്കാൻ. ഞാൻ എളാപ്പാനോട് വിളിച്ച് പറയേണ്ട, ഓളെ അയക്കണില്ല, വിളിച്ചിട്ട് കിട്ടണില്ല. എളാമ്മ, വേണമെന്നുണ്ടെങ്കിൽ മന്തി ബിരിയാണിയൊക്കെ നമുക്ക് എവിടെ നിന്നും കഴിക്കാം. ഈ നാടൻ മത്തൻ്റെയിലെയും ഈ ഒരു ചമ്മന്തിയും ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തെ ചോറിൻ്റെ രസം എളാമ അതിനേക്കാൾ വരുമോ എന്തെങ്കിലും? എന്നാൽ വല്യമ്മ അത് കേട്ടുകൊണ്ട്, എടീ മോളെ, എന്തെങ്കിലും ഒന്ന് കൊണ്ടിരിച്ചാൻ പറയടി, എങ്ങനെയാണ് അച്ഛൾക്ക് ചോറ്? വല്യമ്മ, വരി, ഇങ്ങളും ഞങ്ങൾ കൂടെ ഇരിക്കുക. പൊന്നു മോനെ, ഞാൻ ഇരുന്നോളാം. വല്യമ്മക്ക് ഞാൻ കൊടുത്തോളാം. വല്യമ്മ അവിടെ ബെഡിൽ തന്നെ കാല് നീട്ടിരുന്ന് ഞാൻ കൊടുത്തോളാം. അല്ല, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ അത് ഷമ്മാസിൻ്റെ നിർബന്ധം. വല്യമ്മയെ വീൽ ചെയറിലിരുത്തി അതാ നേരെ ടേബിളിനടുത്തേക്ക്. വല്യമ്മ, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. മോനെ, കുറച്ച് ചക്കക്കൂട്ടാൻ വെച്ചതും ഉണ്ടായിരുന്നു, അതും തരട്ടെ? അത് 10 മണിക്കൊക്കെ ഉമ്മാക്കൊരു കൂട്ടാൻ നിർബന്ധമാണ്, കഞ്ഞിക്ക്. അങ്ങനെ വെച്ചതായിരുന്നു. എൻ്റെ ഇളാമ്മ, എല്ലാം നാടൻ രീതിയിലുള്ളതാണല്ലോ, എടുത്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ അതാ നല്ല ചോറും മത്തൻ്റെ താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും നല്ല നാടൻ മുട്ട പൊരിച്ചതും കടുമാങ്ങ അച്ചാറും ചക്ക കൂട്ടാനും എല്ലാം കൂടി കൂട്ടി ഷമ്മാസ് ചോറ് കഴിക്കുകയാണ്. നുസൈബ അത് നോക്കിയിരുന്നു. നുസി, അടിപൊളിയാണ് പെണ്ണെ, കഴിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ അത് വല്യമ്മയും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടു കൂടി. കുട്ടികളെ, നമ്മളത് ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെയാണല്ലോ ചാത്. എന്നാലും എൻ്റെ പേരക്കുട്ടി മരുവന് വന്ന് കാണുന്നത് തിന്നാറുമ്പോൾ എനിക്ക് വലിയ കുറച്ച് മോശത്തരം ഉണ്ട് കേട്ടാ. പുതിയാപ്പിള വരുമ്പോൾ കോഴി നിർത്തി ബിരിയാണി വെക്കലേനു പണ്ടത്തെ കാലത്തൊക്കെ. കോഴിൻ്റെ വൈത്തല അങ്ങനെ മണ്ടും. പുതിയാപ്പിളാർ വരിക എന്ന് പറയുമ്പോൾ എൻ്റെ പെമ്മക്കളെ പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ ഇവലൊക്കെ പണി ആങ്ങളാരെ പണി കോഴിൻ്റെ വൈത്തലുണ്ടല്ലേനു. ഓല് പുതിയാപ്പിള കുളർക്കാതെ ഇങ്ങോട്ട് വരും. അന്നാണെങ്കിൽ പോണും കാര്യമൊന്നും ഇല്ലല്ലോ. ഓല് കുളർക്കാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കോഴിൻ്റെ വൈത്തല മണ്ടണം ഞങ്ങൾക്കൊക്കെ. എൻ്റെ ആമക്കളെ ഞാൻ മണ്ടിപ്പിച്ചു, പെമ്മക്കളും മണ്ടും. ഒടൂല് കോഴിൻ്റെ പിന്നാലെ മണ്ടി കോഴി കണ്ട് കുഴങ്ങിയിരിക്കുമ്പോൾ അതിനെ പിടിച്ചും എന്നിട്ടാണ് അറുത്ത് ചാറക്കും. വല്ലാത്ത അത് രസമാണ്. നല്ല വറുത്തരച്ച ചാറും നല്ല കോഴി പൊരിച്ചതും അതിക്ക് പൊറാട്ട പത്തിരി അതും
അല്ലെങ്കിലോ നല്ല നാടൻ കോഴി ബിരിയാണി. വല്ലാത്ത ചാതയായിരുന്നു അതൊക്കെ. ഇപ്പം പിന്നെ അതൊന്നും ഇല്ലല്ലോ, പീടിയത്തെ കോഴിയൊന്നും ആ ഒരു രസം കിട്ടൂല. വല്യമ്മ ഓരോ പഴങ്കഥകളും പഴങ്കിസ്സകളും പറഞ്ഞപ്പോൾ ഷമ്മാസിന് അതൊത്തിരി ഇഷ്ടമായി. വല്യമ്മ, നിങ്ങളീ സംസാരം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളീ സംസാരം പഠിച്ചോനെ, വല്യമ്മക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലാ, പഠിച്ചോനെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേ. നുസി, നിനക്കിത് കേട്ടിട്ട് വല്ലാതെ എന്തൊക്കെയോ തോന്നില്ല പെണ്ണേ? എനിക്കുണ്ട്. വല്യമ്മാൻ്റെ വർത്താനം അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ബാപ്പാൻ്റെ ഉമ്മാനൊക്കെ പോലെ തോന്നുന്നു. അതാണ് വല്യമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖം വല്യമ്മാൻ്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ. അങ്ങനെ അവർ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു. എന്നാൽ അതിനിടയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എളാമ പെട്ടെന്ന് തേങ്ങ ചെരുവിട്ട് തേങ്ങാപ്പാലും ചേർത്ത് കുറച്ച് പൊടി വാട്ടിയെടുത്ത് പിടിയുരുട്ടി ഉണ്ടാക്കി. ചെറിയ രീതിയിൽ ശർക്കരയും ചേർത്തൊരു പിടിയുരുട്ടി പായസവും അപ്പോഴേക്കും എളാമ റെഡിയാക്കി കൊണ്ടുവന്നു. ഭക്ഷണം കഴിച്ച ശേഷം അല്പം മധുരം കഴിക്കുന്നത് ഷമ്മാസിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് എളാമാക്കും അറിയാം. എന്നാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ഒരു പിടിയുരുട്ടി പായസവുമായി വന്നപ്പോൾ ഷമ്മാസ് ശരിക്കും നിന്നിട്ട്, എളാമ ഇത് മോനെ അത് പെട്ടെന്ന് ഉണ്ടാക്കി, അല്ലാതെ ഇപ്പം എന്താ മോനെ, അത് കുടിച്ചു നോക്ക്. മാഷാ അല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപാരമായ ടേസ്റ്റ് ആയിരുന്നു അതിന്. മോനെ, ഉമ്മാക്കൊരു പൂതിയാണ് ഇതൊക്കെ. ഇടയ്ക്കൊരു കറി ഉണ്ടാക്കാൻ പറയലും അതുപോലെ പിടിയുരുട്ടി പായസം ഒക്കെ ഉണ്ടാക്കാൻ പറയലും ഉമ്മാക്കൊരു പൂതിയ. പണ്ടത്തെ കാലത്ത് ഓർമ്മയിലേ അത് ഉണ്ടാക്കും. എവിടെയടി? ഇജ്ജ് അതിൻ്റെ ഇടയിൽ കൂടെ അതും ഉണ്ടാക്കിയോ? ഏതായാലും നല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കൈകൾ വിറച്ചുകൊണ്ട് വല്യമ്മ അത് കുടിക്കുമ്പോൾ ഷമ്മാസ് പറഞ്ഞു, വല്യമ്മ ഞാൻ പിടിച്ചു തരാം, നിങ്ങൾ കുടിച്ചോളി. അല്ല മോൻ, എൻ്റെ കയ്യിന് ബർക്കലൊന്നും നിലം തുടങ്ങിയതല്ല, അത് കുറേ അയക്കണ് ബർക്കൽ തുടങ്ങിയിട്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് മരിച്ചു മണം നിൽക്കും. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എടി, ഇതിൽ ചെറുപ്പം കൂടി മഹറും ആണ്ടീന്നല്ലോ. വല്യമ്മയുടെ വർത്താനം പെട്ടെന്ന് എളാൻ പറഞ്ഞു, ഉമ്മാക്ക് ഇതിന് മധുരം തേച്ചാൽ തേയില്ല. ഉമ്മക്ക് ഞാനിപ്പോൾ ഷാമോനൊക്കെ മധുരമൊക്കെ കുറവാണ്, ഷുഗർ കട്ടിൻ്റെ ഒക്കെ ആൾക്കാരല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ. അത് മതി. നല്ല മധുരം ഉണ്ടല്ലോ. പക്ഷേ വല്യമ്മക്ക് പോരാ. എടി, ഇത് ഈ കിച്ചറോം കൂടി ഒരു ചക്കരപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചാര ഒന്നും കണ്ടിട്ട് ഇളക്കിക്ക, കുറച്ച് ഒന്നും കൂടി അങ്ങോട്ടേ മധുരത്തിന്. വല്യമ്മ മതി പൊന്നാര കുട്ടിയെ, എനിക്ക് ഷുഗറും പ്രഷറും പെർമയും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല പെർമയൊന്നും. എനിക്ക് നല്ലോണം മധുരടും വേണം. മധുരട്ട ചായൻ്റെ വെള്ളാണ്ട് കുടിച്ചണം. പണ്ടത്തെ കാലത്ത് മധുരം ഞമ്മക്കില്ലേനോ, ഒന്നുമില്ലേനോ. ആണുങ്ങൾക്ക് മധുരട്ട പഞ്ചാരട്ട ചായ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ചക്കരട്ട ചായനോ അന്നത്തെ കാലത്ത്. അതൊക്കെ ഒരു നാളും തന്നെ പൂതിയേനു അതിനൊക്കെ. ഞങ്ങളൊക്കെ വെച്ചാൽ കുഞ്ഞെ പട്ടിണി കിടന്ന് ഉണ്ടായ ആൾക്കാരല്ലേ. ആരാൻ്റെ പണി എന്തൊക്കെ എടുത്ത് കണ്ട് നിങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ തറവാട്ടുകാരനല്ലേ ആയം തന്നെ. ഏതായാലും എൻ്റെ കുട്ടി അവിടെ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാ, ഏതായാലും മോളെ എടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താ ഷാമോന്. അങ്ങനെ ഷാമോന് മതി. ഇളമ്മ സന്തോഷമായി, വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. എന്നാൽ പോട്ടെ. നുസി, നീ എന്ത് ചെയ്യുന്നത്? ഉപ്പച്ചിൻ്റെ കുട്ടി വരുന്നുണ്ടോ? അതെ, ഷമ്മാസിനെ നോക്കി ചിരിക്കുന്ന പൊന്നുമോളെ നോക്കി. ഉപ്പച്ചി പോട്ടെ. നുസി, എന്ത് വേണ്ടത്? ഞാൻ അവിടെ ആക്കി തരണോ അതോ ഇവിടെ? എന്നാൽ ഷമ്മാസ് അങ്ങനെ പറയാറേ ഇല്ല. നുസി, വേണ്ട നുസി, ഒരിക്കൽ പോലും ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതിയിലാണ് ഷമ്മാസ് എന്നും പറയാറുള്ളത്. പക്ഷേ അന്ന് ഷമ്മാസ് അവിടെ വീട്ടിൽ നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. നുസി, 2 ദിവസം താമസിട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അവളൊന്നും മിണ്ടിയില്ല. അല്ല, ഇന്ന് എന്താ വേണ്ടത്? ഇന്ന് ഞാൻ വല്യമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. കാരണം ഉപ്പ ഇനി വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോഴേ മക്കൾക്ക് വേണ്ടിയുള്ളതായിട്ട് വരും ചെയ്യും. പിന്നെ മക്കളെ കാണാൻ ഉപ്പാക്ക് പൊറുതിയേടായിരിക്കും. ഞങ്ങൾ പോട്ടെ വല്യമ്മ, ഇൻഷാല്ലാ പിന്നെ വരാം. കുട്ടിയെ ഇജ്ജ് പോവുക. വല്യമ്മ, നിങ്ങൾ അങ്ങോട്ട് വരി. വരാനൊക്കെ പൂതിയുണ്ട്. അല്ല, ഇനിയിപ്പോൾ അവിടെ പെരയും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇൻഷാല്ലാ വരണ്ട്. ശരിയാണ്, വല്യമ്മക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നുസിയെ? എന്നാ പെണ്ണെ നിന്നെ വല്യമ്മാൻ്റെ ഇഷ്ടത്തിന് ഇവിടെ നിന്ന് കൊടുക്ക് പെണ്ണേ. ഞാൻ പിന്നെ വന്നോണ്ട് വല്യമ്മയും പിന്നെ വരട്ടോ. അവൾ കുഞ്ഞിനെയും കൊണ്ട് മുന്നിലിറങ്ങി. അതെ, അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്ന ദിവസം തന്നെ. എന്നാൽ ഈ സമയം നുസൈബയുടെ വീട്ടിൽ ഉപ്പ വന്നിട്ടുണ്ട്. മക്കളെ, എവിടെ എൻ്റെ കുട്ടികൾ? ഇക്ക, അവരൊക്കെ പോയിക്കണ് വല്യമ്മാനെ കാണാൻ. പോയൊന്നു തന്നെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരേനാ? അല്ല, വരുമായിരിക്കും.
വരുമായിരിക്കില്ലേ, ഒന്ന് വിളിച്ചു നോക്കണം. അല്ല, അവർ വരുമായിരിക്കും. എന്നാൽ നുസൈബക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിൽക്കണമെന്നുണ്ട്, വല്യമ്മാൻ്റെ അടുത്ത് നിൽക്കണമെന്നുണ്ട്. ആകെപ്പാടൊരു ടെൻഷൻ. പക്ഷേ ഷാമും പോവാന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ടെൻഷനും. ഇക്ക, അപ്പോൾ നിങ്ങൾ പോവാണോ? ഞാൻ നമ്മാനോടൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ നുസൈബ ഫോൺ എടുത്തു. ഹലോ ഉമ്മ. ആ മോളെ, ഉപ്പ വന്ന് തന്നെ ചോദിക്കണ്ടല്ലോ മോളെ, എപ്പോഴാണ് വരാനായോ? ഉമ്മ, വല്യമ്മ ഇവിടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? പൊന്നു മോളെ, ഇന്ന് വന്നിട്ടല്ലോ ഉമ്മാൻ്റെ കുട്ടി, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാനെ കണ്ട് പൂജയുടെ കുട്ടീനെ പോലും എടുത്തിട്ടില്ല ശരിക്ക്. നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിക്കല്ലേ. കുട്ടീനെ ഒന്ന് കാണാൻ പൂതിച്ച് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പോകാം, പെട്ടെന്ന് ആ പോക്കും. എടി, ഇന്ന് ഇങ്ങോട്ട് പോന്നാൾ ഉമ്മാൻ്റെ കുട്ടിയാളട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ എന്തോ ഒരു പൊറുതിയേടങ്ങളില്ലായിരുന്നോ? ഇക്ക, ഇന്ന് നമുക്ക് അവിടെ തന്നെ പോകാം, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കി തന്നാളേ. എന്നാൽ നുസൈബയുടെ ഉപ്പ, പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ കണ്ട് പൂതി കെട്ടിയില്ല, അപ്പോഴത്തേനും എൻ്റെ കുട്ടികൾ പോയോ എന്നുള്ള രീതിയിലായിരുന്നു ഉപ്പ പറഞ്ഞത്. ഇല്ലെന്നേ, ഓലിപ്പം ഇങ്ങോട്ട് വരും. എന്നാൽ വല്യമ്മയോട് യാത്ര പറയുകയാണ് നുസൈബ. വല്യമ്മ, ഞങ്ങൾ ഇൻഷാ അല്ലാ വരണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ്. മക്കളെ, ഞങ്ങൾ പോവുകയാണോ? എനിക്ക് നിങ്ങളപ്പോൾ നിൽക്കാനുള്ളൊരു പൂതി കൊണ്ടാണ്. എന്നാൽ എളാമ, നുസിയേ എടി, എളാമാൻ്റെ കുട്ടി പോവുകയാണോ? എന്താ മോളെ, എളാമാൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ന പേര് ഉറപ്പുണ്ടോ? അതെ ഉമ്മ, ഇന്ന് വന്നിട്ടല്ലുള്ളൂ. ഉമ്മാക്കും ഉപ്പാക്കും വിഷമാവൂലേ? എന്നാൽ ഇനിയിപ്പോൾ അന്ന് നുസിയെ, ഉമ്മാൻ്റെ കുട്ടി ഇന്ന് പോകണ്ട. വല്യമ്മ അത് തന്നെയാണ് പറയുന്നത്. ഉമ്മ, ഓൾ പോയിക്കോട്ടെ എന്നാലേ, കാരണം ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലേനോ. ഇതുപോലെ കാത്തിരിക്കല്ലേ. ഓൽക്കിപ്പോൾ ഒരു പേരക്കുട്ടി നടാടുണ്ടായതല്ലേ, അപ്പോൾ അതിനെ കളിപ്പിക്കാൻ ഓൽക്കും ഉണ്ടാവില്ലൊരു പൂതി. അതുകൊണ്ട് ഉമ്മ, ഓല് പോയിക്കോട്ടെ ഇന്നിട്ടോ, ഇൻഷാ അല്ലാ ഓല് വന്നോളും കേട്ടോ. പോവാ കുട്ടികളെ, എൻ്റെ കുട്ടികൾ. എന്നായിക്കോട്ടെ, പോയിട്ട് വരി. വല്യമ്മ അത് കണ്ണുകൾ തുടക്കുന്നു. ഷമ്മാസ് അത് കാണുന്നു. അവർ കരയാണ്. അല്ലക്ക, ഞാൻ പോയിട്ട് വരാം, ഉമ്മാക്ക് ഉപ്പാക്ക് അതിലേറെ സങ്കടമാണ്. അങ്ങനെ അവരെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അവിടെയുള്ള മക്കളുടെ കൈകളിൽ അതാ ഷമ്മാസ് ക്യാഷ് കൊടുക്കുന്നു. അതുപോലെ വല്യമ്മയുടെ കൈകളിലും, വല്യമ്മ ദ്വാരക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് 500ൻ്റെ കുറച്ച് നോട്ടുകൾ ചുരുട്ടി. ബിസ്മില്ലാഹിർ റഹ്മാൻ. എന്തിനാ മോനെ ഇത്, എപ്പോൾ വരുമ്പോൾ ഇതിൻ്റെ കൈക്ക് തരും. അത് എനിക്കൊരു പൂതിയാണ് കിട്ടുന്നത്, എനിക്കൊരു പൂതി ആയിക്കണിപ്പോൾ. മാണ്ട കുഞ്ഞപ്പം മാണ്ട, ഇപ്പോൾ വല്യമ്മക്ക് പൈസക്ക് ആവശ്യമില്ലല്ലോ. എല്ലാം അങ്ങോട്ട് ശരിയാക്കി തന്നില്ല, ഇനിയിപ്പോൾ എന്തിനാ വല്യമ്മക്ക്? അല്ലുമ്മ, എന്തെങ്കിലും ഇനിയിപ്പോൾ പൂതിയാകുമ്പോൾ മിഠായിക്ക് വാങ്ങാലോ. ഈ കുട്ടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഷമ്മ സന്തോഷത്തോടു കൂടി നീട്ടിയ ആ ഒരു നോട്ടുകൾ ചുരുട്ടിക്കൊണ്ട് വല്യമ്മയുടെ കൈകളിൽ വെച്ചപ്പോൾ വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പോയിട്ട് വരി മക്കളൊക്കെ. സന്തോഷത്തോടെ അവരെ യാത്ര അയച്ചു. അതെ, ആ വീൽ ചെയർ അവിടെ വരെ ഉന്തിക്കൊണ്ട് എളാമയും അങ്ങോട്ട് വന്നു. അങ്ങനെ അവരെല്ലാം ഷമ്മാസിൻ്റെ കാറിൽ കയറി. നുസിൻ്റെ കുട്ടീനൊന്ന് കൊഞ്ചിക്കാൻ കൂടിയില്ല. ഏതായാലും പള്ളർച്ച് ചോറൊക്കെ തിന്നു, അതന്നെ വലിയ ഒരു ഹയർ. എന്നാലും എളാപ്പ കാണാൻ പറ്റില്ല. ഇൻഷാ അല്ലാ നമുക്കൊന്ന് ദിവസം പോകാം അല്ലേ, അതേ കാര്യം നല്ലത്. അങ്ങനെ നുസൈബയും ഷമ്മാസും മക്കളും അവരുടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ഉപ്പ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മക്കളെ, ഞാനും വിചാരിച്ചു എൻ്റെ കുട്ടീനെ കണ്ടെന്ന് പൂതി കെട്ടിയില്ല, അപ്പോഴത്തിന് നിങ്ങൾ പോയോ എന്ന് വിചാരിച്ചു. വല്യമ്മാനെ കാണാൻ പോയപ്പോഴേ വല്യമ്മാൻ്റെ ആ വർത്താനം ഇതൊക്കെ കേട്ടിരിക്കാനേ വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഉപ്പയെ കണ്ടതും കുഞ്ഞ് ഉപ്പയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. ഉപ്പ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. പഠിച്ചോനെ, എൻ്റെ കുട്ടി. ഷാമോനെ, ഇന്ന് പോണ്ടട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട്. എന്താ ഉപ്പ നിങ്ങളീ പറയുന്നു? ഞാൻ പോട്ടോ. നുസി, ഇനിയൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കല, ഞാൻ പോട്ടെട്ടോ. അല്ല, എന്തെങ്കിലും മോനെ കഴിച്ചിട്ട് പോകാം. അല്ല ഉമ്മ, അവിടുന്ന് നല്ലോണം വയറ് നിറച്ച് മത്തൻ്റെലയും ചോറും കൂട്ടാനും ഉണക്കമീനും പൊരിച്ചോ, ലാസ്റ്റ് ഒരു പിടിയുരുട്ടി പായസവും എല്ലാം കൂടി എളാമ ഉണ്ടാക്കി തന്നീന്. അത് ശരി, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പോഞ്ഞ, കുറച്ച് കുട്ടികളടുത്ത് ഇവിടെ ഇരുന്നോ. ഷമ്മാസിനോട് പറഞ്ഞു. അല്ലമ്മ, ഞാൻ പിന്നെ വരാം ഇൻഷാ അല്ലാ കേട്ടോ. എന്നാൽ ഷമ്മാസ് പോകുവാൻ ധൃതി കാണിച്ചു. നുസൈബ ചോദിച്ചു, അല്ല എന്തിത്ര ധൃതി? ഇന്നിപ്പോൾ ഷോപ്പിനൊന്നും പോകണ്ടല്ലോ. എന്താ അവിടെ ചെന്നിട്ട് അവിടെ പാരാ? അവിടെ ഇപ്പോൾ ഉമ്മയും സൗദിയല്ലേ ഉള്ളൂ, എന്താ ധൃതി? എൻ്റെ പെണ്ണ്, എത്ര ചുറ്റുപാട് വേറെ ഉണ്ട്. ഞാൻ പോയി നോക്കട്ടെ ഇൻഷാ അല്ലാ, പിന്നെ വരാം കേട്ടോ. പിന്നെ പോകാനാകുമ്പോൾ വിളിക്കണം കേട്ടോ.
അങ്ങനെ ഷമ്മാസ് പറയാറന്നില്ല. സാധാരണത്തെ രീതിയിൽ ഷമ്മാസ് പറയാനുള്ള 2 ദിവസം അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വരും, അപ്പോഴേക്കും ഒരുങ്ങി നിന്നോണ്ടിയെന്നാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് പോകാനാവുമ്പോൾ വിളിക്കണം എന്നതാണ്. അത് കേട്ടത് കൊണ്ട് തന്നെ നുസൈബയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ വീണ്ടും വന്നു. അപ്പോൾ അറിയില്ല. അവൾ ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കി കണ്ണ് നിറച്ചു. എന്താ എൻ്റെ പെണ്ണ് കരയാണോ? എന്താ തിരിച്ചു പോണോ നമുക്ക്? ഇല്ല, ലീവല്ലേ. എന്തൊക്കെ തന്നെയാലും അത് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അല്ല, ലീവ് കഴിയോളം നിൽക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, 2 ആഴ്ച ലീവുണ്ട്, പക്ഷേ 4 ദിവസം ഒന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വരാം. എന്നാൽ പോട്ടെ. എവിടെ ഉപ്പച്ചിൻ്റെ ഫാത്തിമ കുട്ടി? അതെ, കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ച്. പോട്ടെട്ടോ ഉപ്പച്ചി. ഇക്ക ഇപ്പോൾ തന്നെ പോണോ? പോട്ടെ പെണ്ണെ, എത്ര ചുറ്റുപാടും കാര്യം. നമ്മുടെ കെയർ ഓഫിൽ എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എത്തണ്ടേ? എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടണമല്ലോ. എല്ലാ കാര്യങ്ങളും ഒന്ന് കയ്യും കാലും ഇടണമല്ലോ, എന്നാലാണല്ലോ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. എന്നാൽ ശരിക്കും ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് നുസൈബക്ക് തോന്നി, റബ്ബേ, സത്താറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്ന കാര്യമാണോ പറയുന്നത്? അല്ലാ പഠിച്ചോനെ. ശരിക്കും ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി. അങ്ങനെയതാ ഷമ്മാസ് പോകുന്നു. അസ്സലാമു അലൈക്കും, എന്നാൽ പോയിട്ട് വരാം. നുസൈബയും കുഞ്ഞും അത് നോക്കി നിൽക്കുന്നു. പഠിച്ചോനെ, നീ കാക്കല്ല, ഇബ്ലീസിൻ്റെ ഷർനെ തൊട്ട് നീ കാത്തുരക്ഷിക്കല്ല. അള്ളാഹുവെ, എല്ലാ പെണ്ണുങ്ങളുടെയും അദാബിനെ തൊട്ടും നീ കാത്തുരക്ഷിക്കല്ല. അവൾ പടച്ചറബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. റഹ്മാനെ, ഷമ്മാസ് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ആ വീട്ടിൽ സുഖസുന്ദരമായി ഇപ്പോഴും കഴിയുന്നത്. അതെ, ഐഷുമ്മ എന്നെ സ്നേഹിച്ച് ഷമ്മാസിനെ ഏൽപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ, ഇതുവരെയും റാഹത്തായിട്ടാണ് റഹ്മാനെ. ഇനി ഒരിക്കലും റഹ്മാനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ നീ വരുത്തല്ലല്ല. ഒരുപാട് ഞാൻ സഹിച്ചതാണ് ആദ്യ വിവാഹത്തിൽ. റഹ്മാനെ, ഇനിയും എനിക്ക് ആ ബുദ്ധിമുട്ട് നീ വരുത്തല്ലേ അല്ല. റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക് തമ്പുരാനെ. അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാൽ ഈ നിമിഷം അതാ നുസൈബയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സൗദ കാളിങ്. അല്ലോ, സൗദത്തെയാണോ? എന്തിനാ നാം വിളിക്കുന്നത്? അവൾ അതാ ഫോൺ എടുക്കുവാൻ വേണ്ടി പോയി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൗദ എന്തിനായിരിക്കും വിളിക്കുന്നത്? നുസൈബ ഒരു നിമിഷം ഞെട്ടി. കാരണം അവൾ എപ്പോഴും പറയാറുള്ളത് വിഷമിപ്പിക്കുന്ന വാർത്തകളായിരിക്കും. അവൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, അള്ളാഹുവെ, ടെൻഷൻ വരുന്ന ഒന്നും കേൾക്കല്ലേ അല്ലാ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.